പുലിപ്പേടി ഒഴിയാതെ കൊല്ലം പത്തനാപുരം. കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് പുലി ഇറങ്ങി. വനംവകുപ്പ് കൂടും ക്യാമറയും സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായില്ല. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, എന്താണ് ആശങ്ക? അതായത് ഈ പ്രദേശത്ത് ഒന്നിലേറെ പുലികൾ ഉണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ചിതൽവെട്ടിയിൽ മുൻപ് ഒരു പുലിയെ പിടികൂടിയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. അതിൽ പലയിടത്തായി പുലിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ പുലികൾ ഉണ്ടാകുമെന്നുള്ള ആശങ്കയാണ് ജനങ്ങൾക്ക്. കാരണം പുലികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒറ്റയ്ക്ക് ഒരു മേഖലയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളൊക്കെ ആ ഒരു ഭീതിയിലുള്ളത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് വ്യാഴാഴ്ച രാത്രിയോടുകൂടി ഈ പത്തനാപുരം പിടവൂരിലാണ് ഈ പുലി ഇറങ്ങുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പും ഈ പുന്നല ഭാഗത്ത്, അതായത് അവിടെ ഒരു ഹോമിയോ ആശുപത്രി ഉണ്ടായിരുന്നു, അതിന് സമീപത്തും ഈ പുലിയെ കണ്ടിരുന്നു. അന്ന് നാട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തി. പക്ഷേ പുലിയുടെ കാൽപാദമാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും പുലിയെ പിന്നീട് കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. ഈ പുലിയെ പിടികൂടുന്നതിനായി ആഴ്ചകൾക്ക് മുൻപാണ് കുന്നംകുളത്ത് ഈ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. അതിനുശേഷം ക്യാമറകൾ അടക്കം സ്ഥാപിച്ചെങ്കിലും ഇതുവരെയും കൂട്ടിൽ പുലി അകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ പുലിയെ പിടികൂടാനുള്ള ശ്രമം തുടരുന്നുവെന്ന് വനംവകുപ്പ് അറിയിക്കുമ്പോഴും എത്രയും വേഗം പുലിയെ പിടികൂടണമെന്ന ആവശ്യവുമായി ജനങ്ങൾ എത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ആ ഒരു മണ്ഡല പരിധി കൂടിയാണ്. ആ സ്ഥലത്താണ് ഇത്രയധികം ജനങ്ങൾ വന്യമൃഗശല്യം കാരണം അങ്ങനെ പൊറുതിമുട്ടിയിരിക്കുന്നത്. പലതവണ ജനപ്രതിനിധികളോടക്കം പരാതി പറഞ്ഞു. പക്ഷേ വനം വകുപ്പാണ് അക്കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പലരും ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം ഉണ്ടായി. എന്തായാലും ഈ ഒരു ഭീതി അത് ജനങ്ങളിലേക്ക് അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. കാരണം കുട്ടികളടക്കം പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു റോഡിലൂടെ, അതായത് വാഹനങ്ങൾ പോകുന്ന റോഡിലൂടെയാണ് ഈ പുലി പോകുന്നത്. അത്തരത്തിൽ പലയിടത്തും ഇത്തരത്തിൽ റോഡ് മുറിച്ചു കടക്കുന്നു, വീടിന് പരിസരത്തേക്ക് എത്തുന്നു. ജനവാസ മേഖലയിലാണ് ഈ വന്യമൃഗ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടുപന്നി അടക്കം ഈ പ്രദേശത്ത് നിന്നും പിടിച്ചിരുന്നു. ഇതിൽ തന്നെ മുൻകാലങ്ങളിൽ ഈ പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തുകളിലുള്ള ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഈ വന്യമൃഗ ശല്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിച്ചു എന്ന് മനസ്സിലാക്കാൻ. കാരണം ഓരോ സ്ഥലത്തു നിന്നുമാണ്. പത്തനാപുരത്ത് പുലിപ്പേടിയിലാണ് നാട്ടുകാർ. ഒന്നിലേറെ പുലികൾ ഇവിടെ ഉണ്ടെന്ന് സംശയം. എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.